പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താന്റെ വലിയ കെണികളാൽ നിറയപ്പെട്ട ഒരു ലോകത്തില് നമ്മുടെ മക്കളായിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുക എന്നുള്ളതും, ആ മക്കള് പുറമേക്ക് ഇറങ്ങുമ്പോ പല സ്ഥലത്തേക്ക് പോകുമ്പോ ആ കെണി പെട്ടുപോകാതിരിക്കുക എന്നുള്ളതും നമ്മുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കണം. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ വലയം ചെയ്ത് പിടിച്ച് പ്രാർത്ഥനയുടെ വലിയ വലയത്തിനുള്ളിൽ കൃപയിൽ നമ്മുടെ മക്കളെ ഉറപ്പിച്ച് നിർത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ സാത്താൻ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് ഇന്ന് ചിന്തിക്കുന്ന വലിയൊരു മേഖല ലഹരിയുടെ ആഴത്തിൽ വീഴ്ത്തിക്കൊണ്ട്, ലഹരിയിൽ ആഴ്ത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന പൈശാചിക കെണികൾ ഇന്ന് ഏറെയാണ്. ലഹരി നമുക്കറിയാം. ലഹരിയുടെ മേഖലയില് ബുദ്ധി നശിച്ചു പോകുന്ന, വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന, ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന ഒത്തിരിയേറെ അനുഭവങ്ങള് വിശുദ്ധ ബൈബിളിലും നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലും ചരിത്രത്തിലുമൊക്കെ നമ്മൾ ഒത്തിരിയേറെ പഠിക്കുന്നുണ്ട്. സാംസന്റെ സംഭവം നമുക്കറിയാം, നോഹിന്റെ സംഭവം നമുക്കറിയാം. ലഹരി പിടിച്ച് നടക്കുന്ന മനുഷ്യര് ഒത്തിരിയേറെ മേഖലകളിൽ പൈശാചികമായ നാശത്തിലേക്ക് നയിക്കുന്ന, ശക്തി കെടുത്തിക്കളയുന്ന, എല്ലാം നശിപ്പിച്ചു കളയുന്ന അനേകം അനുഭവങ്ങള് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എന്ന പോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാലോ മക്കളെ, MDMഉം രാസലഹരികളും മറ്റെല്ലാ വിധത്തിലുമുള്ള ലഹരിയുടെ സകലമാന മേഖലകളിലും പിശാച് നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. നമുക്കറിയാം, ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ, ഒരൊറ്റ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്താൽ അഡിക്റ്റഡ് ആയി പോകുന്ന ലഹരിയുടെ വലിയൊരു ലോകമാണ്. ചിലപ്പോഴും പറയാറില്ലേ, പണ്ടൊക്കെ ഒരു മദ്യപാനി ആകണമെങ്കിൽ പലവട്ടം കുടിക്കണം, പലവട്ടം കുടിച്ചാലേ അവൻ മദ്യത്തിന് അടിമയാവുള്ളൂ. എന്നാൽ ഇന്നത്തെ അങ്ങനെ അവസ്ഥയല്ല. ഒരു പ്രാവശ്യം അറിഞ്ഞോ അറിയാതെയോ, ആ കൊച്ചു അറിയണത് പോലുമില്ല, അറിയാതെ ചിലപ്പോൾ കൂൾ ഡ്രിങ്ക്സിലൂടെ, അല്ലെങ്കിൽ ചോക്ലേറ്റിലൂടെ, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നതിലൂടെ ആ ലഹരിയിലേക്ക് കൊച്ചു വീണ് കഴിഞ്ഞാൽ പിന്നെ ആ മകനും ആ മകളും അതിന്റെ അടിമത്തത്തിൽ പെട്ടുപോകുന്ന ഗതികെട്ട ഒരു അടിമത്തം ഇന്ന് ഉണ്ട്. ലഹരിയുടെ മേഖല അതിലാഴ്ത്തിക്കൊണ്ട് അനേകം മക്കളെ നശിപ്പിക്കുന്നു. ലഹരി കൊടുത്ത് പ്രച്ഛതയിലേക്ക്, പാപത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, മറ്റു പിന്നീട് ലഹരിയുടെ ആഴത്തില് ബുദ്ധി മന്ദീഭവിച്ച് എന്ത് പാപം ചെയ്യാനും, അകൃത്യം ചെയ്യാനും, എന്ത് തിന്മ ചെയ്യാനും, ഏത് ക്രൈം ചെയ്യാനും, കൊല്ലാനോ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ ഒരു പേടിയുമില്ലാത്ത രീതിയിൽ നശിപ്പിക്കുന്ന ലഹരി. ഒത്തിരിയേറെ അനുഭവങ്ങൾ അച്ഛന് മുമ്പിലുണ്ട്. 2003 മുതൽ ഗുണ്ടാ സംഘത്തിന്റെ ഇടയിൽ ഇടപെട്ട അനുഭവത്തിൽ നിന്നും ഇന്നും വരെയുള്ള അനേകം മക്കളുടെ അനുഭവത്തിൽ നിന്നും ഈ ലഹരി നശിപ്പിച്ച മക്കളുടെ എണ്ണം പറഞ്ഞാൽ ആയിരക്കണക്കിനാണ്. അച്ഛന്റെ വ്യക്തിപരമായ അനുഭവത്തിലാണ് പറഞ്ഞത്. ആയിരക്കണക്കിന് ലഹരി നശിപ്പിച്ച മക്കള്. അതിന്റെ പേരില് ഡി അഡിക്ഷൻ സെന്ററിൽ ജീവിതം പാഴായിട്ട് കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കള്, ലഹരിക്ക് അടിമപ്പെട്ട് മരുന്ന് കഴിച്ച് രക്ഷപ്പെടാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, കുടുംബജീവിതങ്ങൾ തകർന്നു പോയവര്, രാഷ്ട്രീയ ജീവിതം തകർന്നവര്, ഉന്നത സ്ഥാനീയരായിട്ടുള്ളവർ നശിച്ചു പോയവര്, നശിച്ചു പോയ വൈദികര്, കന്യാസ്ത്രീമാര്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ലഹരി എന്നുള്ളത് വലിയൊരു പൈശാചികതയാണ്. ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ മക്കളെ അതിൽ കുടുക്കാൻ വേണ്ടി ഇന്ന് എവിടെയും സംലഭ്യമാണ്. സ്കൂളുകൾ, കോളേജുകൾ, ടൗണുകൾ, ഗ്രാമത്തിന്റെ ഓരോരോ പ്രദേശങ്ങള്, ഒളി സങ്കേതങ്ങൾ, ഇവിടെയൊക്കെ ലഹരി അതിപ്രബലമായിട്ടിരിക്കുമ്പോ ആ ലഹരിയിൽ കുടുക്കി നശിപ്പിക്കുന്ന സാത്താന്റെ വലിയ കെണി ഇന്ന് വളരെയേറെ വലുതാണ്. എത്രയോ മക്കൾ പെട്ടുപോയി. അതുകൊണ്ട് ഞാനിന്ന് മക്കളൊക്കെ വളർന്നു വരുന്ന കാണുമ്പോ ഭയങ്കര പേടിയാണ്. കാരണം അനേകം മക്കളുടെ അനുഭവങ്ങള്, അനേകം ജീവിതങ്ങൾ നശിച്ചുപോയ അനുഭവങ്ങള്, ഈ മക്കള് നല്ല കൃപയിലും വിശുദ്ധിയിലും വളർന്നു വരുന്ന മക്കള്, അവർ ചെല്ലുന്ന സ്കൂളുകള്, കാണുന്ന കൂട്ടുകെട്ടുകള്, അല്ലെങ്കിൽ ഇടങ്ങള്, അവരുമായിട്ട് ബന്ധപ്പെട്ട ചില കൂട്ടുകെട്ടുകള്, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ വളരെ സൂക്ഷിക്കണം.
ഞാൻ എപ്പോഴും ഒരു കൂട്ടുകാരന്റെ കയ്യിൽ നിന്നോ സംശയാസ്പദമായ ഒരു ഭക്ഷണം, ഒരു ഗിഫ്റ്റ് വാങ്ങരുത്. വാങ്ങിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഭക്ഷണം, ജ്യൂസ്, മറ്റ് സാധനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ട് പോകാതിരിക്കണം. പെട്ടുപോയാൽ പിന്നെ അച്ഛൻ എപ്പോഴും പറയാ, കെണിപ്പെട്ട് പോകുന്നത് വരെ ഒക്കെ, കെണിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സാധാരണ കെണിപ്പെട്ട പിന്നെ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ എളുപ്പമല്ല, കാര്യമില്ല. ആ വ്യക്തി വിചാരിച്ചാൽ ഒരിക്കലും പറ്റില്ല. ഇനി രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ഭയങ്കര കഷ്ടപ്പാട്. അനേകം മക്കളെ ഇതുപോലെ പല പല കെണിപ്പെട്ടിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഒത്തിരിയേറെ വേദനിക്കുന്ന ഒരച്ഛനാണ് ഞാൻ. സത്യം, രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അതിന്റെ പേരിൽ വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന, ഉറക്കമില്ലാത്ത രാത്രികള്, ഒത്തിരിയേറെ പ്രാർത്ഥനകള്, കരഞ്ഞ് കണ്ണീരൊഴുക്കിയ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നശിച്ചുപോകുന്ന മക്കൾ കണ്ടിട്ടുണ്ട്. രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പറ്റാത്തതിലൊക്കെ വേദനിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ. അതാണ് അച്ഛൻ പറയാ, വീഴാതിരിക്കാൻ അവോയ്ഡ് ദ ഫസ്റ്റ് പെഗ് എന്ന് പറയില്ലേ, ആദ്യത്തെ പെഗ് ഉപേക്ഷിക്കും. പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ എളുപ്പമല്ല. വർദ്ധിക്കാം മക്കളെ. ലഹരിയുടെ മാസ്മരികതയില്, ലഹരിയുടെ കരാളഹസ്തത്തില് സാത്താൻ വെച്ചിരിക്കുന്ന കെണി, അതിൽ പെടാൻ ഒരിക്കലും ഇടയാകാത്ത വിധം ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണം. പിന്നെ ലഹരി അത്ര എളുപ്പമൊന്നുമല്ല. ആരാണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചു പറഞ്ഞ പോലെ ഇതത്ര എളുപ്പമൊന്നുമല്ല അച്ഛാ. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണ്. ഇഞ്ചക്ഷൻ വയ്ക്കുക, മദ്യം കഴിക്കും, കുടിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത, അതത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷെ അത് കഷ്ടപ്പെട്ട് ആ ലഹരിയിലേക്ക് വരുന്നു, പിന്നെ അത് ഇഷ്ടപ്പെടുന്നു, പിന്നെ അത് ലഹരിയുടെ ഒരു മാസ്മരികത വീഴുന്നു, അടിമത്തിലേക്കാവുന്നു. ആ ലഹരി പിന്നെ ആ മനുഷ്യനെ നശിപ്പിച്ച് ഇല്ലാതാക്കി കളയും. എത്രയോ മക്കൾ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾ വീഴാതിരിക്കണം. അവർക്ക് വേണ്ടി അതിശക്തമായിട്ട് കർത്താവിന്റെ കരുണയ്ക്കും ഇടപെടലിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകിച്ചും ലഹരിയിൽ ആഴ്ത്തിക്കൊണ്ട് നശിപ്പിക്കുന്ന പിശാചിന്റെ കെണിയിൽ പെടാതിരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, കൊച്ചുമക്കളെ, കൗമാരക്കാരെ, യുവമക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം വീണുപോയ മക്കളെ കർത്താവേ, ഇനി അങ്ങേക്കല്ലാതെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കർത്തൃ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി വീണുപോയ അനേകായിരം മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇടപെടട്ടെ, സ്വർഗം ഇടപെടട്ടെ, കൃപ ലഭിക്കട്ടെ, സൗഖ്യം കിട്ടട്ടെ. ആ മക്കളും നല്ല തീരുമാനമെടുത്ത് കൃപയിലേക്ക് വരട്ടെ. അതിനെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയാലും, അങ്ങയുടെ വലിയ കൃപയാലും, അങ്ങയുടെ വലിയ സ്നേഹത്താലും, അങ്ങയുടെ ശക്തിയാലും ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ലഹരി, അങ്ങാണ് ഞങ്ങളുടെ സർവസ്വവും. അങ്ങേ നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾക്ക് ജീവനില്ല, സന്തോഷമില്ല, സമാധാനമില്ല, സംതൃപ്തിയില്ല. അങ്ങില്ലാതെ പോകുന്ന മക്കള് ലോകത്തിന്റെ പല പല ലഹരിയുടെ പിന്നാലെ പോയി നശിച്ചടങ്ങി പോകുന്നത് ഞങ്ങൾ കാണുന്നു. ഈശോയെ, ഞങ്ങളെല്ലാ മക്കളെയും, ഞങ്ങളെല്ലാ ജീവിതങ്ങളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ലഹരിയുടെ അടിമത്തിൽ കുടുക്കി മദ്യത്തിന്റെയും മറ്റു പല മയക്കുമരുന്ന്, കഞ്ചാവ്, രാസലഹരികള്, MDM പോലുള്ള പൈശാചികമായ ലഹരികൾക്ക് അടിമപ്പെടുത്തി ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്ന ഒത്തിരി ലഹരി മാഫിയകള്, ലഹരി കച്ചവടക്കാര്, അതിലേക്ക് നയിക്കാൻ വേണ്ടി ഞങ്ങളുടെ മക്കളെ പ്രലോഭിപ്പിക്കുന്ന പൈശാചിക വശീകരണ യന്ത്രങ്ങള് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. കർത്താവെ, ലഹരിയിൽ ആഴ്ത്തി ജീവിതങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. പഠനത്തില്, ജോലിയില്, ദാമ്പത്യ ജീവിതത്തില്, ബിസിനസ് മേഖലയില്, പൗരോഹിത്യത്തിൽ പോലും ലഹരിക്ക് അടിമപ്പെട്ടു പോയ അനേക മക്കളുണ്ട്. കർത്താവെ, ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവമക്കളെയും കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് ലഹരി മാഫിയകള്, കോളേജുമായിട്ട്
ഓരോ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ടൗണുകളായിട്ട് ബന്ധപ്പെട്ട്, ഒളി സങ്കേതങ്ങളിൽ ബന്ധപ്പെട്ട്, പബ്ബില്, ബാറില്, ഹോം സ്റ്റേകളില് ഒക്കെ അടിമപ്പെട്ട് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ കൂട്ടായ്മകളും മാഫിയകളും കർത്താവേ ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തില് ഞങ്ങളുടെ മക്കളെ അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണം. അപകടങ്ങളെ ഞങ്ങളുടെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. വലിയ തിരിച്ചറിവ് ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണം. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഒരു ലഹരിയുടെ കെണികളിലോ ലഹരി കൂട്ടായ്മകളിലോ മാഫിയകളിൽ ചെന്ന് പെടാതെ ഇനി കച്ചവടം നടത്തുന്ന മക്കള്, ലഹരി കച്ചവടത്തിൽ അടിമപ്പെട്ടു പോയ മക്കള്, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രേരിപ്പിക്കുന്ന കൂട്ടുകെട്ടുകള്, കർത്താവേ ഞങ്ങളുടെ മക്കളെ അതിൽ നിന്നൊക്കെ പൊതിഞ്ഞു പിടിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി നമ്മുടെ മക്കളെ തിരുഹൃദയത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി കർത്താവേ, സംരക്ഷിക്കണമേ, ചേർത്ത് പിടിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മക്കളെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ, കൂട്ടുകെട്ടുകളിൽ നിന്ന് സംരക്ഷിക്കണമേ കർത്താവേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കൃപ, കൃപ, അഭിഷേകം, ശക്തി, ജീവൻ, സമാധാനം, സന്തോഷം, സൗഖ്യം എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ ഒരു ലഹരിയിൽ ചെന്ന് പെടാതിരിക്കട്ടെ. ഇതിനോടകം പെട്ടുപോയ മക്കളുണ്ട് ഈശോയെ. ഒത്തിരി വേദനയോടെ ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ അനേക മക്കളെ. ലഹരിക്ക് അടിമപ്പെട്ടു ഡി അഡിക്ഷൻ സെന്ററിൽ കിടക്കുന്ന മക്കൾ, മരുന്ന് കഴിക്കുന്ന മക്കൾ, എന്നിട്ട് രക്ഷപ്പെടാത്ത അവസ്ഥയിൽ വേദനിക്കുന്ന മക്കൾ. കർത്താവ് എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം, മോചിപ്പിക്കണം, രക്ഷിക്കണം. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹവും ആശീർവാദവും ശക്തിയും സൗഖ്യമായി വിടുതലായി നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കൾക്ക് സൗഖ്യം വേണം, വിടുതൽ വേണം. കർത്താവിന്റെ വലിയ കരുണയാൽ ലഭിക്കുമാറാകട്ടെ. നമുക്ക് വലിയ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ മക്കളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് വേണ്ട കൃപയ്ക്കായി, വിമോചനത്തിനായി, ശക്തിക്കായി നമുക്ക് ഈ ആശീർവാദ സമയത്ത് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരകളും കൃപകളും ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളുടെ മക്കളെ ലഹരിയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ മക്കളെ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച മക്കൾക്ക് വേണ്ടിയും നമുക്കും കുടുംബത്തിനു വേണ്ടിയും ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ, ഒരു മേഖല കർത്താവ് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ഇന്ന് ലഹരിയുടെ ഒരു അരൂപി നമ്മുടെ കുടുംബങ്ങളിൽ കിടക്കുന്നുണ്ട്. അപ്പന്റെ മദ്യപാനം, അപ്പന്റെ കുടുംബത്തില്, അമ്മയുടെ കുടുംബത്തിലുള്ള മദ്യപാനത്തിന്റെ ഒരു അരൂപി, ലഹരിയുടെ അരൂപി അനേക മക്കളെ അടിമപ്പെടുത്തിയിട്ടുണ്ട്. അപ്പന് മദ്യപാനിയാണെങ്കിൽ മകനോ മകളോ ഇന്ന് MDMഉം ലാസല്ല ലഹരികളിലൊക്കെ അടിമപ്പെട്ടു പോകാൻ ഒത്തിരി വേരുണ്ട്, സാധ്യതയുണ്ട്, ആ വിത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മേഖലയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുടുംബ വൃക്ഷത്തിന് വേണ്ടി മാതാപിതാക്കൾ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ തലമുറയെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ.